ഈ പാട്ടിന് ഇത് മതി. ആ ഇത് പാട്ട് നമ്മോട് പറയും ആ ആക്ച്വലി. അതെ അങ്ങനെ ഒരു ഫീല് കിട്ടിയിട്ടുണ്ടോ? പിന്നെ അത് എല്ലാ പാട്ടിലും ഒരു പൊയ്ക്കൊണ്ടിരിക്കും അത്. ആ ക്രിയേറ്ററിന് അത് തോന്നിയിരിക്കണം. അല്ലെങ്കിൽ അയാളൊരു നല്ല ക്രിയേറ്റർ അല്ല. ഏറ്റവും അടുത്തൊരു സുഹൃത്ത് പദയാത്ര ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് വെളുപ്പിന് 5 മണിക്കാണ് വിളി വരുന്നത്. അദ്ദേഹം മരിച്ചു എന്നാണ് ആദ്യത്തെ അറിവ്. യോ ചില യാത്രകൾ ഭയങ്കര ഹോണ്ട് ചെയ്യും. എന്നുവെച്ചാൽ കേൾക്കുന്ന 5 പേരാണെങ്കിൽ ആ 5 പേരോട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ പെർഫോം ചെയ്യുന്നതിനിടയ്ക്ക് ആൾക്കാർ എഴുന്നേറ്റ് പോവുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം വളരെ വിഷമം തോന്നും. ഞാനിത് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ അത് ജോബേ ഇതേപോലെ ഓരോ പാട്ടുകൾ പ്രത്യേകിച്ച് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നതും റിസ്ക് എടുക്കുന്ന ടൈപ്പുള്ള ഒരു 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 കമ്പോസർ ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഒരു പാട്ട് ചെയ്യുമ്പോൾ ആസ് എൻ ഓഡിയൻസ് ചിലപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇറ്റ് ബി ദെയർ സംവെയർ ഇൻ യുവർ ലേയേഴ്സ് അതിലുണ്ടാവും. പക്ഷെ അതായിരിക്കും എൻറ്റയർ മ്യൂസിക്കിൻ്റെ ബാക്ക് ബോൺ. ഒരു ഇൻസ്ട്രുമെൻ്റ് ആവാം. അതെ ഒരു അത് അങ്ങനെ എനിക്ക് ഏതെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നുന്നു ഓരോരുത്തരും പിടിക്കുന്ന ഓരോന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓ ഓക്കെ, റൈറ്റ് പ്രേക്ഷകൻ റൈറ്റ് റൈറ്റ്. പ്രേക്ഷകൻ ഏതാണ് പിടിക്കുന്നത് പറയാൻ പറ്റത്തില്ല. അവരുടെ മനസ്സിലോട്ട് ആഴത്തിൽ ചെല്ലുന്ന അതിൻ്റെ അകത്ത് ഏത് എലിമെൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ട്രൂ. എനിക്കങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഓരോരുത്തർ വന്നിട്ട് ചേട്ടാ ഈ ശബ്ദമാണ് എന്നെ അതിൽ പിടിച്ചു നിർത്തിയത്. പക്ഷെ ഞാനത് വളരെ മേ ബി അത് ഭയങ്കര പർപ്പസ്ഫുള്ളായിട്ട് ഇട്ടതായിരിക്കില്ല. പക്ഷെ അവരെ അതിൽ ഡീപ്പായിട്ട് തട്ടിയിട്ടുണ്ടാവുക ആ ഒരു എലിമെൻ്റ് ആയിരിക്കാം. അപ്പം ആ ലെയേഴ്സ് മ്യൂസിക്കിന് കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വവും അതിൽ ഏത് ലെയർ എടുക്കണം എന്നുള്ളത് പ്രേക്ഷകരുടെ സ്വാതന്ത്ര്യമാണ്. അതാണ് പല ലെയർ കറക്റ്റാണ്. ബിക്കോസ് ആ ഭാവത്തിൻ്റെ വേവ്സിൻ്റെ സൗണ്ടിൽ നിന്ന് ആ ഹമ്മ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ യു ആർ ഇൻ. അതെ നമ്മൾ അത് ആ ഒരു എക്സ്പ്രഷനിൽ അതെല്ലാം ഉണ്ട്. അതെ, പക്ഷെ അതാണ് പറഞ്ഞത്, ആസ്വാദകൻ അത് എടുക്കുന്ന ഏത് ലെയറാണ് അവർക്ക് വേണ്ടതെന്നുള്ളത് അവർക്ക് ചിലപ്പോൾ ഓരോ ദിവസവും ഓരോ ലെയറായിരിക്കും ഇഷ്ടപ്പെടുന്നത്. അതായിരിക്കും ആ ദിവസം അവർ ട്രിപ്പ് ചെയ്യുന്നത് ആ പർട്ടിക്കുലർ ഒരു എലിമെൻ്റ് ആയിരിക്കാം. അപ്പോൾ അതൊരു ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു പാട്ടൊരു 100 പ്രാവശ്യം കേട്ടാൽ ഒരു ഓഡിയൻസ് ആസ് എ പേഴ്സൺ അതിനകത്ത് പല 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 സാധ്യതകൾ അവർ കണ്ടുപിടിക്കും. അപ്പോൾ അത് അത്രയും പ്രാവശ്യം കേൾക്കാനുള്ള ഒരു കഴമ്പ് നമ്മുടെ ആർട്ടിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അത്രയും പ്രാവശ്യം ഒരാളത് കേൾക്കണമെന്നുണ്ടെങ്കിൽ അതിന് അത്രയും ഇൻ ഡെപ്ത് ആ ക്വാളിറ്റി ഉണ്ടായിരിക്കണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റത് ഒരു താൽക്കാലികമായി 5 പ്രാവശ്യം കേട്ടിട്ട് ആ കൊള്ളാം എന്ന് പറഞ്ഞ് പോകുന്നതിലുപരി അതിലോട്ട് ആഴത്തിൽ അവരെ കൊണ്ടുപോകാനായിട്ട് നമ്മൾ അത്രയും സിൻസിയറായിട്ട് അതിൻ്റെ അകത്തൊരു എഫേർട്ട് ഇട്ടാലേ മതിയാവുള്ളൂ. അതിൻ്റെ അകത്തൊരു പ്യൂർ അപ്പോൾ അങ്ങനെയാണ് ഓഡിയൻസ് അതിനെ കാണുന്നത്. അപ്പോൾ ആ റെപ്പിറ്റേറ്റീവ് ലിസണിങ്ങിനുള്ള അത്രയും നിലവാരം നമ്മളുടെ സംഗീതത്തിൽ ഉണ്ടാവണം. എന്നാലേ അത് അങ്ങനെ കേൾക്കുള്ളൂ. നമ്മളുടെ ഒരു പ്രേക്ഷകൻ ഇത്ര നാളും ഒരു പാട്ട് കേൾക്കണമെങ്കിൽ അപ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ അകത്ത് അത്രയും ഒരു എഫേർട്ടും ഒരു ഇൻഡെപ്ത് ഡീറ്റെയിലിംഗ് അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. നിൽക്കുന്നിടത്താണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു സക്സസ് ഇരിക്കുന്നത്. എനിക്കൊന്ന് ഓരോ സിനിമ ആയിക്കോട്ടെ, ഇപ്പം പല പത്മനാഭ സാറിൻ്റെ പടങ്ങൾ തന്നെ എടുക്കാം. തൂവാനത്തുമ്പോൾ 200 പ്രാവശ്യം കണ്ടവരും ഇപ്പോഴും ഞാനുൾപ്പെടെ ഭാരത സാറിൻ്റെ പടങ്ങളൊക്കെ ആയാലും നമുക്ക് എത്ര പ്രാവശ്യം കണ്ടാലും ഇതിൻ്റെ ഓരോ ലെയർ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഓരോരുത്തരുടെ പെർഫോമൻസ് ആയിക്കോട്ടെ, അതിൻ്റെ ഗ്രേഡിങ് ആയിക്കോട്ടെ, അതിൻ്റെ ആംബിയൻസ് ആയിക്കോട്ടെ, ബാക്ക്ഗ്രൗണ്ട്സ് എല്ലാത്തിലും കാണും. ഭയങ്കര ഡീറ്റെയിലിംഗിൽ നമ്മൾ ശ്രദ്ധിക്കും. അതെ പിന്നെ കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ് ശരിയായ ആർട്ട്. അത്രയും പ്രാവശ്യം നമ്മൾക്ക് അതിനോട് ഒരു അഡിക്ഷൻ തോന്നുന്ന ലെവലിലാണ് അവരുടെ ക്രിയേഷൻ. അപ്പം അങ്ങനെ ആകാൻ പറ്റട്ടെ പാട്ടുകൾക്ക് എന്നുള്ളതാണ്. ഞാനും ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ ഇങ്ങനെ. പിന്നെ പണ്ടത്തെ നമ്മളുടെയൊക്കെ ഇപ്പം ചേട്ടനെ ഇച്ചിരി കൂടെ സീനിയറായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെക്കാളും ഞാൻ 82 ബോണാണ്. 73. അപ്പോൾ പിന്നെ നല്ല സീനിയറാണ്. അപ്പോൾ നമ്മൾ ആ കാലത്തൊക്കെ എനിക്കൊന്ന് കേൾക്കുന്നതിനൊരു റെപ്പിറ്റേഷൻ സ്വഭാവം ഉണ്ടായിരുന്നു. അതായത് നമുക്ക് പരിമിതികളുണ്ടായിരുന്നു. നമുക്ക് അധികം പാട്ടുകളില്ല. ഇപ്പോൾ ഒരു കാസറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു വയനിൽ ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു CD-ക്കകത്ത് ഇത്ര പാട്ടുകളേ ഉള്ളൂ. നമുക്കപ്പം അതിൻ്റെ ജ്യൂസ് എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഒരെണ്ണം കിട്ടിയാൽ ഇപ്പം അത് തന്നെ കേട്ട് ഇപ്പോൾ കാസറ്റൊക്കെ പൊട്ടി അതിനെ ഒട്ടിച്ച് പൂപ്പലൊക്കെ മാറ്റി പിന്നെയും കേട്ട് ഇങ്ങനെ
റിപ്പ് ചെയ്ത് ഭയങ്കരമായിട്ട് അതിനെ എന്താ പറയണ്ടേ യൂട്ടിലൈസ് ചെയ്യുന്നൊരു അപ്പോൾ ടോർച്ചറാണത്. പക്ഷേ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് നമുക്ക് ഒത്തിരി ചെല്ലാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ലേണിങ് അവിടെ തന്നെ നടക്കുകയാണ് ആക്ച്വലി. അപ്പോൾ ഒരു പാട്ട് കഴിഞ്ഞ് ഇന്ന് 1000-ന് മേൽ അങ്ങനെ ഓപ്ഷൻസാണ്, അങ്ങ് കിടക്കുകയാണ്. അതുകൊണ്ട് ക്ഷമയും കുറഞ്ഞു. ഓഡിയൻസിൻ്റെ ഒരു ലിസണിങ് കപ്പാസിറ്റി, അത് നമ്മൾ ഉൾപ്പെടുന്ന ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. അത് എവിടെ നോക്കിയാലും നമുക്ക് എല്ലാം ഉണ്ട്, അവൈലബിലിറ്റി കൂടിപ്പോയതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഫോക്കസ് കുറവാണ്, ശ്രദ്ധ കുറവാണ്, ആസ്വാദനത്തിൻ്റെ ഒരു ഡിസ്റ്റർബൻസ്, ആസ്വദിക്കുമ്പോഴുള്ള ശല്യം, പെട്ടെന്ന് മാറ്റാനുള്ള ടെൻഡൻസി, ക്ഷമയില്ലായ്മയൊക്കെ ഇന്ന് വളരെ കൂടുതലാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാ ഓഡിയൻസും കുറച്ച് കഴിയുമ്പോൾ ആ ഫിൽട്ടർ ചെയ്യും. അവരുടെ ജീവിതത്തിൽ അവർ ആ സമാധാനം കണ്ടെത്തിയേ മതിയാവും. അവർ തിരിച്ച് മറ്റേ എന്താ പറയുക ഡീറ്റെയിലിങ്ങിലേക്ക് പോവുക തന്നെ ചെയ്യും. ഇതൊക്കെ ഒരു ബഹളമാണ്, താൽക്കാലികമായിട്ടൊരു ബഹളമാണ്. അൾട്ടിമേറ്റ് പീസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദേ വിൽ ഗെറ്റ് ബാക്ക് ടു ഡീറ്റെയിലിംഗ് ആൻഡ് പ്യുവറസ്റ്റ് ഫോം ഓഫ് ആർട്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ആ വിശ്വാസത്തിൽ നമ്മൾ പോകുന്നത് കേട്ടോ. ഈ AI-യുടെ കാലഘട്ടമാണെങ്കിലും ഐ ജസ്റ്റ് മൂവ് ഓൺ വിത്ത് ദ ഹോപ്പ് ദാറ്റ് അത്രയും ഹൃദയം നിറഞ്ഞ് നമ്മളൊക്കെ ചെയ്യുന്ന ഒരു കാര്യം അത് പ്രേക്ഷകൻ കാണുക തന്നെ ചെയ്യും. മറ്റേത് മൊണോട്ടണസ് ആണ്. നമ്മളിപ്പോ AI വീഡിയോസ് നമ്മൾ കാണുമ്പോൾ അല്ല, എല്ലാവർക്കും മ്യൂസിക് തന്നെ AI മൊത്തം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ അതിലൊക്കെ നമുക്ക് ഈ ഒരു സാധനം ലാക്ക് ചെയ്യുന്നുണ്ടാവും, നല്ല സോളില്ല. ഇനി അതും കൂടെ വന്നു കഴിഞ്ഞാൽ മനുഷ്യരാശിയുടെ കാര്യം തീരുമാനമായി. ബിൽഡിയായിരിക്കട്ടെ. അല്ല, ഇതെല്ലാം ഡേറ്റാ ബേസ്ഡ് ആണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അതിനൊരു ഇന്റലിജൻസ് ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെയൊക്കെ അന്ത്യമാണെന്നുള്ളതാണ്, നിർത്താമെന്നുള്ളതാണ്. ഈ ഞാൻ നേരത്തെ ചോദിച്ചത് ഒരു ഓഡിയൻസ് അല്ലാണ്ട് ആസ് എ കമ്പോസർ ആലോചിക്കുമ്പോൾ ഈ ഇൻസ്ട്രുമെന്റ് ഇല്ലെങ്കിൽ ഈ പാട്ട് പോയി എന്നുള്ളൊരു ഫീൽ ഏതിനെങ്കിലും വന്നിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒരു എൻ്റെ ട്രാക്കുകളുടെ കാര്യമാണോ ഉദ്ദേശിക്കുന്നത്? ജനറൽ അല്ല. ഓക്കെ, ഉറപ്പായിട്ടും അങ്ങനെ ഇല്ലെങ്കിൽ പോയി എന്നുള്ള ചോദ്യം ഇല്ല, ഉണ്ടാവും. ഇല്ലാതെ ആ പാട്ട് പുറത്തിറങ്ങില്ല, അതാണ് എൻ്റെ പോളിസി. ഞാൻ മനസ്സിൽ ഇപ്പോൾ അവിടെ വീണ കണ്ടെങ്കിൽ ആ വീണ ഉണ്ടായിരിക്കും, വീണ ഇല്ലാതെ ആ പാട്ടില്ലല്ലോ. അപ്പോൾ പദയാത്രയിൽ നിഷ വായിച്ചിരിക്കുന്ന ആ വീണയുടെ എലിമെന്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. താരാട്ടം എന്ന് പറഞ്ഞൊരു പാട്ടുള്ള അത് പുള്ളിക്കാരി വായിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ എലിമെന്റ്സിനും ഒരു കഥ പറയാനുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ പോളിസി. അപ്പോൾ അത് ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്നുള്ള ചിന്തയില്ല, ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. താളത്തിലും അതേപോലെ ആദ്യത്തെ ആൽബത്തിലുള്ള അതിലും മറ്റേ ആ ഇരുതലം പക്ഷിയുടെ കഥ പറയുന്നുണ്ടല്ലോ, അത് വേണമെങ്കിൽ തന്നെ പാടും. അതിനൊക്കെ നല്ല ഋത്തമാണ്. അതിങ്ങനെ വേണമെങ്കിൽ തന്നെ പാടാതെ ആ പാട്ടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം. അങ്കിളിനെയാണ് ഞാൻ ആദ്യം അപ്രോച്ച് ചെയ്യുന്നത്. ഞാനും ചരണം കൂടെ ആദ്യം അങ്കിളിനെ പോയി കാണുന്നത്. അങ്കിളെ ഇങ്ങനൊരു പാട്ടുണ്ട്. അപ്പോൾ പുള്ളി കൊള്ളാമല്ലോ എൻ്റെ പരിപാടി, പുള്ളി ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ കൂടിയത് നമ്മുടെ കൂടെ. ഞങ്ങൾ കുട്ടികൾ എന്നുള്ള നിലയിൽ ഞങ്ങളെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാനും കൂടെ വേണ്ടി വന്നതാവാം. അപ്പോൾ പക്ഷെ അങ്കിളില്ലാതെ ആ പാട്ടില്ല ആക്ച്വലി. അങ്കിളുടെ ഒരു ശൈലിക്ക് വേണ്ടി തന്നെ കമ്പോസ് ചെയ്തതാണ്. അപ്പോൾ കറക്റ്റ് ചേരുവ വരുമ്പോഴേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട്പുട്ട് ഓരോ പാട്ടിൽ ഉണ്ടാവും. അതിൽ നമ്മൾ വാശി പിടിക്കുന്നത് നല്ലതെന്ന് എൻ്റെ അഭിപ്രായം. കോംപ്രമൈസിങ് ആയിട്ട് പോയി അതെ, പിന്നെ ഞാനില്ല അവിടെ. ഒരു മ്യൂസിക് ഡയറക്ടർ, ഒരു കമ്പോസർ ഇങ്ങനെ ഇൻഫിനിറ്റായിട്ട് ഇങ്ങനെ ലെയർ ചെയ്ത് പോവും. പക്ഷേ എപ്പോഴാണ് പാട്ട് നമ്മളോട് പറയുന്നത്, സെയിങ് ദാറ്റ് ഈ പാട്ടിന് ഇത് മതി, ഇത് പാട്ട് നമ്മോട് പറയും. അങ്ങനെ ഒരു ഫീല് കിട്ടിയിട്ടുണ്ടോ? പിന്നെ അത് എല്ലാ പാട്ടിലും പൊയ്ക്കൊണ്ടിരിക്കും. അത് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മളുടെ, പക്ഷെ തിരിച്ച് പാട്ടിങ്ങോട്ട് സംസാരിക്കും, മതിയടോ. അങ്ങനെ തോന്നണമല്ലോ ഓരോ ക്രിയേറ്റർ, കണക്ക് ശരിയാവും. ആ ക്രിയേറ്ററിന് തോന്നിയിരിക്കണം, അല്ലെങ്കിൽ അയാളൊരു നല്ല ക്രിയേറ്റർ അല്ല. തരിച്ചത് നമുക്ക് എല്ലാ മനുഷ്യർക്കും ഐഡിയാസിനൊന്നും പഞ്ചൊന്നുമില്ല, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും, പ്രത്യേകിച്ച് ക്രിയേറ്റീവായിട്ടുള്ള മേഖലയിലുള്ള. പക്ഷെ എവിടെ ഒരു ബ്രേക്ക് ഇടണം എന്നുള്ള ഒരു വകതിരിവ് ക്രിയേറ്ററിനുണ്ടാവണം. അത് നമ്മൾ ആ ആർട്ടിനോട് കാണിക്കുന്ന നീതിയാണ്. അത് തിരിച്ചിങ്ങോട്ടും അത് ആവശ്യപ്പെടുമ്പോൾ നിർത്തിക്കോണം. അത് എല്ലാ പാട്ടുകൾക്കും ആ പ്രോസസ്സുണ്ട്. പിന്നെ അവിടെ അതാണ് ഞാൻ പറഞ്ഞ ഓരോരുത്തരെ വ്യത്യസ്തരാക്കുന്നതും അതാണ്.
ആ ത്രഷോൾഡ് പലർക്കും പലതായിരിക്കാം. ഉം, ഉം. ചിലർക്ക് ഏറ്റവും ലളിതമായിട്ടുള്ള ഓർക്കസ്ട്രേഷനിൽ അവരുദ്ദേശിച്ച മെസ്സേജ് അങ്ങോട്ട് പാസ് ചെയ്യാൻ പറ്റി കാണും. അവരെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞു. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഇച്ചിരി കൂടെ മറ്റേ വേറെ എലിമെൻറ്റ്സ് വന്നാലേ അത് തീരുള്ളായിരിക്കാം. ഉം. അപ്പം അത് കമ്പോസറിൻ്റെ ക്രിയേറ്ററുടെ സ്വാതന്ത്ര്യമാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് അവരെ സംബന്ധിച്ചിടത്തോളം അത് ആർട്ട് അവിടെ കഴിഞ്ഞു. അവിടെ ആകുമ്പോൾ തിരിച്ചിങ്ങോട്ട് അവരുടെ എന്താ പറയുക പീസ് ഓഫ് ആർട്ട് പറയും, മോനെ മതി നമുക്ക് ഇനി ഇറങ്ങാറായി Correct, എന്നുള്ള, അല്ലെങ്കിൽ ഫർദർ പ്രൊസീജിയേഴ്സിലേക്ക് പോകാം. ആ ഒരു വകതിരിവ് ക്രിയേറ്ററിന് ഉണ്ടാവണം. അല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ ആർട്ട് പുറത്തിറങ്ങില്ല. ഉം. ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ എത്ര വലിയ ക്രിയേറ്റീവായിട്ടുള്ള ആളായാലും പുറത്തേക്ക് ഇറങ്ങാത്ത ആർട്ട് പിന്നെ അതുകൊണ്ട് ഒരു ഉം. എന്താ പറയുക നമ്മുടെ കടമ നമ്മൾ നിർവഹിച്ചിട്ടില്ല എന്നുള്ള വിശ്വാസമാണ്. ചിലർ പറയും എൻ്റെ ആത്മനിർവൃത്തിക്കാണ് ഞാനിത് ചെയ്യുന്നത്, പ്രേക്ഷകരാരും കേൾക്കണ്ട എന്നൊക്കെയുള്ള വാദങ്ങൾ വെക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരോട് തന്നെ ചോദിച്ചു നോക്കണം, ആർ യു റിയലി ഹാപ്പി? ഉം. അവരായിരിക്കില്ല, അവർ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. അവർ പറയും ഞാൻ ഹാപ്പിയാണ്, എൻ്റെ ആരെ കേൾപ്പിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ പറയുമെങ്കിലും അവർക്കുമൊക്കെ ആഗ്രഹം കാണും പുറത്തേക്ക് ആർട്ട് വരണം. True. അപ്പോൾ അത് ഇഫ് യു റിയലി ഹാപ്പി ദാറ്റ് വേ യു മീൻ ഇറ്റ്, അകത്ത് മനസാക്ഷിയോട് ചോദിച്ചു നോക്കുക, എങ്കിൽ ഓക്കെയാണ്. യു ക്രിയേറ്റ് ആർട്ട് ഫോർ യുവർ സെൽഫ്. ഉം. I create art for myself and it's my responsibility to pass it on to the audience as well എന്നുള്ള ബിലീഫാണ് എൻ്റെത്. എനിക്ക് വേണ്ടിയാണ്, ഞാൻ എൻ്റെ എക്സ്പ്രഷന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ അത് മുറിയിൽ അടച്ച് എൻ്റെ സിസ്റ്റത്തിൽ അടഞ്ഞു പോകരുതെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടാകും. അത് പ്രേക്ഷകരിലേക്ക് കൊടുക്കാനുള്ള ബാധ്യതയും നമുക്കുണ്ട് എന്നുള്ളതാണ്. അവരുടെ ജീവിതവും എൻലൈറ്റൻ നമ്മുടെ മ്യൂസിക് കൊണ്ട് ഒരു പ്രയോജനം വരുന്നെങ്കിൽ അതിന് നമുക്ക് ആ ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഉം. അപ്പോൾ അതിന് ഞാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. നേരെ മറിച്ച് തിരിച്ച് ചിന്തിക്കുന്നവരുണ്ടാവാം, അവരതിൽ ഹാപ്പിയാണ്, പുറത്തിറക്കണ്ടെന്നേ, ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ. അപ്പോൾ അവരോട് ചോദിക്കേണ്ടത് അത്രേ ഉള്ളൂ, താങ്കൾ ശരിക്കും ഹാപ്പിയാണോ? Exactly, അതാ. മനസാക്ഷിയോട് ചോദിക്കണം. ഹാപ്പി ആണെങ്കിൽ ഓക്കെയാണ്. ഇഫ് ഇറ്റ് ഓൾ ഹാപ്പി അല്ലെങ്കിൽ ദെൻ ദർ ഇസ് എ പ്രോബ്ലം. പറയുന്നതും പ്രവൃത്തിയും തമ്മിലൊരു കോൺട്രഡിക്ടറി ഒരു സംഭവം വരും. അതെ, അപ്പോൾ അത് വരാതിരിക്കട്ടെ. അവർ എങ്ങനെയും പാട്ട് പുറത്തേക്ക് ഇറക്കുക, അതെ. അതാ അതിൻ്റെ ഒരു ലിമിറ്റ് കഴിയുമ്പോഴേക്കും അത് നമ്മുടെ കുഞ്ഞു പോലെ തന്നെയാണ്, പുറത്തേക്ക് വരണം. അത് ഐ കൺസിഡർ എവറി സോങ് ഓഫ് മൈൻ ആസ് മൈ ബേബി. അപ്പോൾ പുറത്ത് ഇപ്പോൾ ലോകം കാണാൻ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഏതെങ്കിലും ഒരു പാട്ട് ഒരു കമ്പോസിഷൻ ചെയ്യുമ്പോൾ നമ്മൾ പറയില്ലേ, ചിലത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു എനിക്ക്, അത് ഇമോഷണലി ആവാം, അല്ലെങ്കിൽ അത് കമ്പോസ് ചെയ്യുന്ന ആ പ്രോസസ്സിലും ആവാം. ചില പാട്ടൊക്കെ കൊടുക്കും നമ്മളെ. അങ്ങനെ വന്നിട്ടുണ്ടല്ലേ? ഉറപ്പായിട്ടും അത് അങ്ങനെ വരാത്ത ഒരു ക്രിയേറ്റർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും, നമുക്ക് ദേഷ്യം വരും, നമ്മൾ കരയും, നമുക്ക് തീർക്കാം. എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പൊസിഷനിൽ തീരുകയും വേണേ, ചുമ്മാ അങ്ങ് തീർത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മളെ പെടുത്തുന്ന ചില പാട്ടുകളുണ്ട്, നമ്മുടെ പരീക്ഷണങ്ങൾ തെറ്റും, ചിലപ്പോൾ പാളിപ്പോവും നല്ലോണം. പക്ഷേ അവിടെയൊക്കെ നമ്മൾ എടുക്കേണ്ട ഒരു ബ്രേക്ക് എടുക്കുക, നമ്മളെ തന്നെ പുനർപരിശോധിച്ച് തിരിച്ചു വരിക. അപ്പോൾ അതാണ് ഞാൻ പെർസീവറൻസ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർ ദിസ്. നമ്മൾ കുറേ അത് കിടന്ന് ഉഴേണ്ടി വരും ശരിക്കും, എന്നാലേ അതിൽ നിന്ന് വരുവുള്ളത്. അപ്പം അത് ഒത്തിരി അനുഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് നത്തിങ് ഈസ് ഈസി ഫോർ മീ എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാം ലോങ് പ്രൊസീജിയേഴ്സാണ്. ശരിക്കും പണി പുറകിലുണ്ട്. പ്ലസ് ചില മാജിക് മൊമെൻറ്റ്സും ഉണ്ട്. ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ഒരു പാട്ട് തീരുന്നത്, കമ്പോസിഷൻ തീരുന്നത്, ചിലപ്പോൾ അത് സമയം എടുക്കുമായിരിക്കാം. അപ്പോൾ അതൊക്കെ ഓരോ മൊമെൻ്ററി സംഭവമാണ്. മ്യൂസിക് ഇങ്ങനെ നമ്മൾ ഓരോ ഡിഫിക്കൾട്ട് സ്റ്റേറ്റിലോട്ട് നമ്മൾ എത്തുന്നു, അത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്ത് വരുമല്ലോ പലപ്പോഴും. അപ്പോൾ ഇങ്ങനെ ഓരോരോ ഫേസസ് വരുന്ന സമയത്ത് ഇതിൽ നിന്ന് പുതിയ എന്തെങ്കിലും ജനറേറ്റ് ആവുന്നുണ്ടോ? ബിക്കോസ് ഈ ഒരു ഇമോഷൻ നമ്മളെ ഒരു പുതിയൊരു ഡോർ ഓപ്പൺ ചെയ്ത് കിട്ടാറില്ലേ? ഇപ്പോൾ ചില സിറ്റുവേഷൻസ് നമുക്കൊരു പുതിയൊരു ഐഡിയ തരാറുള്ളൂ. അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ ഓർത്ത് ഞാൻ എന്താ പറയുക, ഇപ്പം നമ്മൾ ഒന്നിൽ തന്നെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഒത്തിരി സാച്ചുറേറ്റഡ് ഒക്കെ ആകുമ്പോൾ നമ്മളൊരു ചിലപ്പോൾ ഒരു യാത്ര പോകുമ്പോഴായിരിക്കും നമുക്ക് വേറൊരു പാട്ട് ഉണ്ടാകുന്നത്. അതൊക്കെ ഒരു നമ്മളങ്ങ് തുറന്ന് വയ്ക്കുക എന്നുള്ളതാണ്, മനസ്സിനെ ബ്ലോക്ക് ചെയ്യാതെ
അപ്പോൾ ചിലപ്പോൾ പുതിയൊരു പാട്ട് വരും. പിന്നെ ഞാൻ ഒട്ടും ക്ഷമയില്ലാത്ത ഒരാളാണ്, റെസ്റ്റ്ലെസ് ആയിട്ട് ഒരാളാണ്. പല കാര്യങ്ങളും ഇങ്ങനെ നടക്കും. 10 മിനിറ്റ് ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഇത്ര നേരം നിങ്ങളുടെ ഇരുന്ന അത്ഭുതമാണെന്ന്. അപ്പോൾ ചേട്ടനോട് ഇത്ര നേരം നമ്മൾ സമയം അങ്ങനെ ഇരിപ്പുറയ്ക്കാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മ്യൂസിക്കിലും എല്ലാത്തിലും ഉണ്ട് എനിക്ക് ആ ഒരു എന്താ പറയുക അറ്റൻഷൻ സ്പാനിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ മരുന്നുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. യാത്രകൾ പിടിക്കും, പല ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് പോകും, താമസിക്കും. പിന്നെ അങ്ങനെ കൂട്ടുകാരെ ഒത്തിരി കാണും. പെട്ടെന്ന് എൻ്റെ ഫോക്കസൊക്കെ ഞാൻ ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ പലയിടത്തേക്ക് വിടും. അപ്പോൾ നമ്മൾ ഒന്ന് റിജുവനേറ്റഡ് ആകും, തിരിച്ച് ഫോക്കസ് ചെയ്യാനുള്ളൊരു മനസ്സ് വരും. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഈ എഴുതുമ്പോൾ എഴുത്തിന് നമ്മളെ പുതിയ ഓപ്പണിങ് കിട്ടാറുണ്ടോ ഇങ്ങനത്തെ സ്റ്റേറ്റിൽ നിന്ന്? ഇപ്പം എൻ്റെ കൂടെ ഉണ്ട് രാഹുൽ ഉണ്ട്. ഇമോഷണലി എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അസാധ്യമായിട്ട് എഴുതും. അതങ്ങനെയാണ്. ഇപ്പോൾ ലിറിസിസ്റ്റുകൾ അങ്ങനെയല്ലേ, റൈറ്റേഴ്സ് അങ്ങനെയാണ്, കവികൾ അങ്ങനെയാണ്. അവർ പാട്ട് ട്യൂൺ ചെയ്യുന്നതിന് പകരം അവർ എഴുതും. എനിക്ക് ആ സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാട്ട് ട്യൂൺ ചെയ്യാൻ നോക്കുന്നത്. പക്ഷേ കുത്തിക്കുറിക്കാറുണ്ട്. ഈ പറഞ്ഞ കണക്ക് ചില വാക്കുകളൊക്കെ വരികളൊക്കെ ഇങ്ങനെ എഴുതും. കഥ ചില സമയം ഡയറി പോലൊക്കെ എഴുതാനൊക്കെ ഇഷ്ടമാണ് എനിക്ക്. എന്നുവെച്ചാൽ അങ്ങനെ കാര്യമായിട്ടല്ലെങ്കിലും നോട്ട് ചെയ്തൊക്കെ വയ്ക്കും. ഇങ്ങനെ ഫിലോസഫീസ്, അല്ലെങ്കിൽ ജീവിതത്തിനെ നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ ഇങ്ങനെ കുത്തിക്കുറിച്ച് വയ്ക്കും. എന്തെങ്കിലും ആ ഡയറി ആരെങ്കിലും കാണുമായിരിക്കാം, അങ്ങനെയൊക്കെ ചുമ്മാ ഒക്കെ എഴുതിയൊക്കെ വയ്ക്കും. വെബ്സൈറ്റിൽ എഴുതിയിരിക്കുന്ന എല്ലാം ജോബ് എഴുതിയതാണ് അതിൽ മിക്കതും. പിന്നെ കറക്ഷനൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഉറപ്പായിട്ടും ഇതിനകത്ത് കുറേ പിന്നെ ആതിരയുടെയൊക്കെ ഇൻപുട്സ് ഉണ്ട്. പിന്നെ വേറെ എന്നാലും അതിൻ്റെ മൊത്തം കണ്ടന്റിൻ്റെ ഒരു കോർ എന്നിലെ ആർട്ടിസ്റ്റ് ആവണമല്ലോ. അത് അല്ലെങ്കിൽ അത് എൻ്റെ വെബ്സൈറ്റ് എന്ന് പറയാൻ പറ്റും. ആ വെബ്സൈറ്റിലുള്ള ഓരോ സാധനവും മ്യൂസിക്കിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ പിന്നെ നമ്മുടെ ഇംഗ്ലീഷൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തി കാണുമായിരിക്കാം ചിലപ്പോൾ. ഇന്ന് ഞാൻ അത്യാവശ്യം മോശമില്ലാണ്ട് എഴുതാറുമുണ്ട്. ഇങ്ങനെ പോംസ് അല്ല, അങ്ങനെയാണല്ലോ പറഞ്ഞ കവിതകളല്ല. അതിലൊത്തിരി ബ്യൂട്ടിഫുൾ ലൈൻസ് ഉണ്ട്. കാര്യം എൻ്റെ സ്ട്രക്ചറിനെ ഞാൻ മുഴുവനും മാറ്റിയത് ആ ലൈൻസ് വായിച്ചിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ്ലി മാറ്റിയത്. അതിനകത്ത് അടുത്തൊരു സാധനം എനിക്ക് കിട്ടിയതും ഇത് തന്നെയായിരുന്നു, ക്ലാസിക്കൽ ഡെപ്ത് വിത്ത് കണ്ടംപററി. അതെനിക്കൊരു ഈ കണ്ടംപററി എനർജി വെച്ചിട്ട് ക്ലാസിക്കൽ ഡെപ്തിന് എടുക്കുന്നുണ്ടല്ലോ, അതൊരു ഹൗ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എനിക്കത് വായിച്ചപ്പോഴേ ഉണ്ടായിരുന്നു. അതെങ്ങനെയായിരിക്കും അത്? അയ്യോ, അതൊക്കെ ഉറപ്പായിട്ടും നമ്മുടെ ലേണിംഗ് ഇപ്പുറത്താണല്ലോ. അപ്പം നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മൾ ആ ഒരു ചിട്ട കർണാട്ടിക്കിന്റെ ചിട്ടയിലാണ് വന്നിരിക്കുന്നത്, പഠിച്ചത് അതാണല്ലോ. അപ്പോൾ എലിമെന്റ്സ് എന്തായാലും വരും ഒരു ഫൗണ്ടേഷൻ്റെ. പക്ഷേ ഇപ്പുറത്ത് ഒത്തിരി സാധ്യതകളെ തുറന്നു വയ്ക്കുന്ന ഒരു മനസ്സും ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ വരുമ്പം നമുക്കൊരു എന്താ പറയുക, ഇപ്പം നമുക്കൊരു ഉറപ്പ് കിട്ടുമല്ലോ. നമ്മളിലുള്ള കോൺഫിഡൻസിനെ പഠനം കൂട്ടുമല്ലോ എന്തായാലും. അപ്പോൾ അതൊക്കെ ആയിരിക്കും അതിൽ ഉദ്ദേശിച്ചത്. പക്ഷെ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതിനകത്ത് മെജോറിറ്റി കാര്യങ്ങളും പീസ് ഓഫ് മൈ എക്കോ എന്ന് പറയുന്നതൊക്കെ ബേസിക്കലി ഇറ്റ് കൺവേസ് എവറിത്തിങ്. ആ സോങ്സിലുള്ളത് മേ ബി ഇത് കുറേയൊക്കെ ഞാനും ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിപ്പോൾ എന്നെ പഠിച്ച ആൾക്കാർ തന്നെയാണ്, എന്നെ അറിയുന്നവർ തന്നെയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പം വെബ്സൈറ്റ് ഇപ്പോൾ ആതിര ഇൻവോൾവ് ആണ്. അതേപോലെ തന്നെ ഒരു നല്ലൊരു ടീമാണിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുമൊക്കെ എന്നിൽ നിന്നും കുറേ കാര്യങ്ങൾ, നമ്മുടെ ആശയങ്ങളും ഒക്കെ അറിയുന്നവരാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടേതായ ഇംപ്രൊവൈസേഷൻസും അതിൽ വരുത്തി കാണണം. അവർക്ക് വ്യക്തമായിട്ട് അത് ഇതിലുള്ള എല്ലാവർക്കും നമ്മുടെ ഒരു അപ്രോച്ചും ഒക്കെ അറിയുന്നതല്ല. പേഴ്സണലി എന്നെ നല്ലോണം അറിയുന്നു. അതെ അതെ അതെ. എൻ്റെ വളരെ റെയറായിട്ട് ഞാൻ ചെയ്യുന്ന ഇതിനകത്തുള്ള ഒരു റാപ്പിഡ് ഫയർ ഞാൻ വെക്കാറുണ്ട്. റാപ്പിഡ് ഫയർ ഒന്നും കിട്ടത്തില്ല. ശ്രമിച്ചു നോക്കിയാലോ? നടപടിയാവാൻ ചാൻസ് കുറവാണ്. ഇഷ്ടപ്പെട്ടൊരു രാഗം? ഇഷ്ടപ്പെട്ട കുറേ രാഗങ്ങളുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം നമുക്ക്? ആ ഭേരിയൊക്കെ ഭയങ്കര ഇഷ്ടം. ഏറ്റവും പെട്ടെന്ന് മനസ്സിൽ തട്ടുന്ന രാഗമൊക്കെ അല്ലേ. മ്യൂസിക് ഡയറക്ടറിനെ ഓൾറെഡി ആനന്ദഭൈരവി ഭയങ്കര മലയാളിത്വം ഏറ്റവും കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ ഒരു രാഗമായിട്ട് തോന്നാണ്. കൊച്ചിനെ പോലെ കേട്ട പലതിലും ആനന്ദഭൈരവിയുടെ ഒരു അതെല്ലാം ഹരഹരപ്രിയ ജന്യാണെന്നും അതിൻ്റെ ആ ഒരു വല്ലാത്തൊരു ബ്യൂട്ടിഫുൾ ഈ ഹരഹരപ്രിയ എന്നാണല്ലോ ബാക്കിയെല്ലാം.
അതിൻ്റെ ഒരു വല്ലാത്ത സാധ്യതയുള്ള ഒരു ഏരിയ ആയിട്ട് തോന്നി. അതെ അതെ മൈനർ സ്കെയിൽ ആരാധകനാണ് ഞാൻ കൂടുതൽ. മേജർ ഇഷ്ടമാണ്, അതെ. എന്നാലും മൈനറിനോട് പ്രത്യേക ഒരു ഇതൊക്കെ അതിൽ പെടുമല്ലോ. അത് പറഞ്ഞപ്പോൾ കുറച്ചും കൂടെ പെപ്പ ആയിട്ടുള്ള ഇത് ഇന്റൻഷനലി ചെയ്യാത്തതാണോ അതോ കുറച്ചും കൂടെ പെപ്പ് അല്ലെങ്കിൽ ഫാസ്റ്റ് അല്ല, അങ്ങനത്തെ ഈ 10-ൽ ഉണ്ട് പാട്ടുകളുണ്ട്, അങ്ങനത്തെ ചെയ്യാനുള്ള ഇമോഷനിലേക്ക് എത്തുമ്പോഴേ അത് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു പാട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് പെപ്പയായിട്ടൊരു പാട്ട് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നാൽ അങ്ങനെ ആവില്ലല്ലോ. അപ്പം ഞാൻ എന്നിലേക്ക് വരട്ടെ. പക്ഷേ ഇതിൻ്റെ അകത്ത് അങ്ങനത്തെ ഇമോഷൻസ് ഉണ്ട്. അപ്പോൾ അത് 10-ൽ ഉണ്ട്, അങ്ങനത്തെ പാട്ടുകളുണ്ട്. ബെസ്റ്റ് സിംഗർ, another സിംഗർ വിച്ച് യു ക്യാൻ നെയിം ഇറ്റ് ആസ് ലൈക്ക് ഒരു നല്ലൊരു മ്യൂസീഷ്യൻ അല്ലെങ്കിൽ ഒരു പാട്ടുകാരൻ? അയ്യോ, ഒത്തിരി പേരുണ്ടല്ലോ. ഇപ്പോൾ ഒരാളേക്ക് എടുത്ത് പറയാൻ പറ്റുന്നത് റഫി സാബ് എൻ്റെ ഞാൻ ഏറ്റവും ആരാധിക്കുന്ന പ്ലേ ബാക്ക് സിംഗർ. കൊച്ചിയിലെ ഏറ്റവും ആദ്യം ഉറപ്പായിട്ട് ദാസാറും ഇവർ രണ്ടുപേരുമാണ് നമ്മളെ മിക്ക കേരളത്തിലുള്ള ജനിച്ചു വളർന്ന എല്ലാവർക്കും ആദ്യം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇവരൊക്കെയാണല്ലോ ഉറപ്പായിട്ടും. കിഷോർദ ഉറപ്പായിട്ടും. ഞാൻ പക്ഷേ ഒരു കോർ റഫി സാബ് ആരാധകനാണ്. പിന്നെ പ്രോബ്ലി ഹേമന്ത് കുമാർ, മന്നാടെ, ഇവരൊക്കെയാണ് എൻ്റെ ചോയ്സ്. കിഷോർദ ഇഷ്ടമല്ലെന്നല്ല, പക്ഷെ റഫി സാബ് ആണ് എൻ്റെ ഓൾ ടൈം. അല്ല, ആ ഒരു കാലം വരയ്ക്കും നമ്മൾക്ക് ഈ 3 പേരുകൾ മാത്രമേ നമുക്കിവിടെ അവൈലബിളും ഉള്ളൂ. അതെ, പിന്നെ ഓഫ് കോഴ്സ് ഇപ്പം സാറ് കഴിഞ്ഞാൽ ജയചന്ദ്രൻ സാറ് ഒക്കെ പാട്ടുകളുടെ അളവ് വെച്ച് നോക്കിയാലും, പിന്നെ MG ശ്രീകുമാർ സാറൊക്കെ കൊച്ചിയിൽ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് സിംഗേഴ്സ്. പിന്നെ അത് കഴിഞ്ഞ് വലിയൊരു ലോകം തുറന്നു വന്നു കൂടുതൽ ലിസണിങ്ങിലേക്കും ഇൻ്റർനാഷണൽ. പിന്നെ മൈക്കിൾ ജാക്സനെ ഇഷ്ടപ്പെടാത്ത ആരാ ഉള്ളത്? കൊച്ചിലെ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിരുന്നത് പുള്ളിയൊക്കെ നമ്മുടെ കാലഘട്ടമാണ്, 80s. നല്ല ഞെട്ടിപ്പിക്കുന്ന ശബ്ദങ്ങളും ഓർക്കസ്ട്രേഷൻ എല്ലാവരും കാഴ്ചപ്പാടേ വേറെ അല്ലേ. അതിന്റെ വീഡിയോ ഔട്ട് വരുമ്പോഴും എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത വേറെ ആർട്ടിസ്റ്റ് അദ്ദേഹമാണെന്ന് പറയാം ഉറപ്പായിട്ടും. അപ്പം അങ്ങനെ കിടക്കാണ്, വലിയ ലിസ്റ്റാണത്, അങ്ങനെ ഒന്നിലൊന്നും തീരത്തില്ല. ഒരു ഫേവറേറ്റ് ഇൻസ്ട്രുമെൻറ്റ് അതും ഇപ്പം നമുക്ക് ഇന്ത്യൻ ഉണ്ട്. ഇന്ത്യൻ എടുത്തു കഴിഞ്ഞാൽ ഒത്തിരിയാണ്, നാദസ്വരം, വീണ ഒക്കെ. പക്ഷേ പിയാനോ, ഗിറ്റാർസ് ആൻഡ് ബേസ് ഗിറ്റാർസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാനും. പിന്നെ എല്ലാം ഒന്നിനൊന്ന് നമ്മൾ മ്യൂസിക്കിൽ ഒന്നിനും അങ്ങനെ നമുക്ക്. പിന്നെ വായിക്കുന്നത് അല്പം പിയാനോ ആണ് ഞാൻ പഠിച്ചത്. അപ്പം അതിനോടൊരു ഇഷ്ടക്കൂടുതലല്ലാണ്ടില്ല. കമ്പോസ് ചെയ്യാൻ എൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് പിയാനോ ആണ്. പിയാനോ വായിച്ച് കമ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണ്. അപ്പോൾ പിയാനോയുടെ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. ഒരു സിനിമയോ? നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമ. അങ്ങനെ പിന്നെ മിന്നാമിനീനും നുറുങ്ങുവേട്ടം. അങ്കിളിനായിട്ട് അത്രയും മാനസികമായിട്ട് അടുപ്പമുള്ള ആളെന്നുള്ളതിൽ ആ സിനിമ എനിക്ക് മുഴുവൻ തികയ്ക്കാൻ പറ്റില്ല. അത് ഇമോഷണലി ടു മച്ച് ആയി പോകും. അപ്പോൾ അതും നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ ഭയങ്കര ഫേവറേറ്റ് ആണ്. ബുക്ക് അങ്ങനെ വായനാശീലം ഇല്ല, തന്നെ വിഷമത്തോടു കൂടി പറയേണ്ടി വരും. അത്ര ക്ഷമ എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല, അതായിരിക്കാം. വായന കുറവാണ്. ബുക്ക് അങ്ങനെ ആ ഒരു ലോകത്തേക്ക് പോകാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അത് എൻ്റെ സ്വഭാവ ദൂഷ്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. എത്രത്തോളം അറിവിനെ സഹായിക്കും എന്ന് എനിക്കറിയാം, അറിയാഞ്ഞിട്ടല്ല, പക്ഷേ പറ്റുന്നില്ല. അതിൻ്റെ ഉള്ളൊരു ക്ഷമ ഇരിപ്പുറയ്ക്കാത്ത ഒരു പ്രശ്നം എനിക്കുണ്ട്. അപ്പം ബുക്സിനെ കുറിച്ച് ചോദിച്ചാൽ എനിക്കൊന്നും അറിയില്ല എന്ന് പറയേണ്ടി വരും. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ട്രാവൽ? കുറേ ഉണ്ട്. ഒത്തിരി യാത്രകൾ വളരെ ഇൻസ്പയറിങ് ആണ്. എന്നാലും പെട്ടെന്ന് ജീവിതത്തിൽ ചില പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ അത് സോർട്ട് ചെയ്യാനായിട്ടൊക്കെ ഒരു പോക്കുണ്ടല്ലോ, അത് നമ്മളെ വല്ലാതെ മൂവ് ചെയ്യും ജീവിതത്തിൽ. ഇപ്പോൾ കുടുംബത്തിൽ തന്നെ ഉള്ള എന്താ പറയുക, നമ്മളുടെ ചില അത് പരിഹാരം കാണാനുള്ള യാത്രകളൊക്കെ ഉണ്ടല്ലോ, അത് പരിഹാരം കണ്ട് തിരിച്ചു വരുമ്പോഴുള്ളൊരു തൃപ്തി, അത് എൻ്റെ ഫാമിലി ഹാപ്പി ആകുന്ന എന്തും എനിക്കും അത്രയും സന്തോഷം തരുന്നതാണ്. അപ്പോൾ അച്ഛനായാലും അമ്മയായാലും ചേച്ചിയായാലും അനിയത്തിയായാലും എല്ലാവരും നമ്മൾക്ക്. അപ്പോൾ അങ്ങനെ ചില യാത്രകളുണ്ടായിട്ടുണ്ട്, വളരെ സീരിയസ് ആയിട്ട് പോയിട്ട് എങ്ങനെയോ നമ്മൾ പരിഹരിച്ച് വരുന്ന യാത്രകളൊക്കെ. അങ്ങനെയുള്ള യാത്രകൾ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത് നമ്മളെ വലിയൊരു
ഒരു മനസ്സിൽ തട്ടി നിൽക്കും അത്. ഉം. അല്ല, ലിഷർ ഇസ് ഡിഫറെൻറ്റ്. നമ്മൾ ആ, ആ, അത് വേറെയാണ്. അത് ഇങ്ങനത്തെ അതെ യാത്രകൾക്ക് വേറെ ഒരു പവറുണ്ട്. കറക്റ്റ് അതെ. ചിലപ്പോൾ നമ്മൾ ഒരു യാത്ര പറയുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് പദയാത്ര ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിട്ട് തൃശ്ശൂർ വെച്ചിട്ടാണ് ആക്സിഡൻ്റ് ഉണ്ടായത്. അപ്പം തലേദിവസം എല്ലാവരും കൂടെ വെളുപ്പിനെ വരെ എൻജോയ് ചെയ്ത് ചില്ല് ചെയ്തൊക്കെ പോയിട്ട് വെളുപ്പിന് 5 മണിക്കാണ് വിളി വരുന്നത്, അദ്ദേഹം മരിച്ചു എന്നാണ് ആദ്യത്തെ അറിവ് അയ്യോ. വരുന്നത്. അതായത് പോലീസ് പറയുന്നത് ആക്സിഡൻ്റായി, ഡ്രൈവ് ചെയ്ത ആൾ മരിച്ചു. ഈ ഇദ്ദേഹത്തിനെ ഡ്രൈവ് ചെയ്യാൻ അറിയുള്ളൂ, കൂടെ പോയ ആൾക്ക് അറിയില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഉം, ഉം. അപ്പോൾ തൃശ്ശൂർ വരെ ഒരു അത്രയും ഹെവി ഹാർട്ടായിട്ട് ഞങ്ങൾ പോയിട്ട് അറിയില്ല ആരാണ്. ഉം. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് മരണപ്പെട്ടത്. അയ്യോ. പക്ഷെ അദ്ദേഹമായിട്ട് മാനസികമായിട്ട് ഞങ്ങൾ അത്ര അടുപ്പമുള്ള ആളല്ല. പക്ഷേ എന്നിരുന്നാലും നഷ്ടം തന്നെയാണ്. ഞാൻ സീരിയസ്ലി എന്നും അതെ അതിന് അതെ. വിഷമിക്കുന്നു. പക്ഷേ ഞങ്ങളുടെ സുഹൃത്ത് രക്ഷപ്പെട്ടു എന്നുള്ളത് വേറെ സന്തോഷം തരുന്നതുമാണ്. സത്യം. ഉം, അല്പസ്വാർത്ഥത എന്ന് തന്നെ പറയാം. ഉം. പക്ഷെ ആ ഒരു യാത്ര ഭയങ്കര പെയിൻഫുൾ യാത്രയാണ്. തിരിച്ച് അവൻ രക്ഷപ്പെട്ടു എന്നുള്ള സന്തോഷത്തിൽ തിരിച്ചു വന്ന ആശ്വാസവും അതിലുണ്ടായിരുന്നു. അതൊരു ഭയങ്കര ഒരു ലൈഫ് റിയലൈസേഷൻ ഉള്ളൊരു യാത്രയായിരുന്നു. പോകുമ്പോൾ മുഴുവൻ പേടിച്ചാണ് പോകുന്നത്. ചാലക്കുടി വരെ ഞങ്ങൾ വണ്ടി ഓടിച്ച് ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ പോകുന്നത്. വിങ്ങിപ്പൊട്ടുന്ന ഒരു വിങ്ങിപ്പൊട്ടിയെ പോകുന്നത്. വണ്ടി ഓടിക്കാൻ പറ്റില്ല, എല്ലാവരും കാലൊക്കെ വിറച്ചാണ് പോകുന്നത്. അതായത് ഞങ്ങൾക്ക് കിട്ടിയ അറിവ് ഇദ്ദേഹം മരിച്ചു എന്നാണ് അറിയുന്നത്, സുഹൃത്തെ. ശ്ശെ. പക്ഷേ ഇടയ്ക്ക് ഒരു ഡൗട്ട് വരുന്നു, ഉറപ്പില്ല അങ്ങനെ. അപ്പോൾ നമുക്കൊരു പ്രതീക്ഷ തരുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്താവും അറിയില്ല. പക്ഷെ എന്തോ ഒരു 3/4 യാത്ര കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഇൻഫോർമേഷൻ കിട്ടിയത് ഈസ് ഓക്കെ. ഒരു സൈഡിൽ ദുഃഖമുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്ത യാത്ര ചെയ്ത ആളുടെ. പക്ഷെ എന്നിരുന്നാലും നമ്മൾ മനുഷ്യർ സ്വാർത്ഥരാണല്ലോ. നമ്മൾ അല്ല പ്രിയപ്പെട്ടവർ നമ്മൾ അങ്ങോട്ട് എത്തുന്നവരേക്കുമുള്ള ആ ഒരു വിങ്ങൽ അതല്ലാന്ന് കേൾക്കുമ്പോൾ ഒരു അങ്ങനെയൊക്കെയുള്ള സമാധാനം. ചില അനുഭവങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ കാണുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ചില യാത്രകൾ ഭയങ്കര ഹോണ്ട് ചെയ്യും. ഒരു ഡ്രീം കൊളാബറേഷൻ അങ്ങനെ ഒരു ഇല്ല. എന്ത് പാട്ട് ആവശ്യപ്പെടുന്നു ആ പാട്ട് ആ ഡ്രീം കൊളാബറേറ്ററിനെ ആവശ്യപ്പെടുന്നെങ്കിൽ അതിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അതാണ് എൻ്റെ പോളിസി. അല്ലാണ്ട് there is nothing which is like എൻ്റെ മനസ്സിൽ I don't നേരത്തെ want- ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഒരു ചിന്തിച്ചിട്ടില്ല. ചിന്തിച്ചിട്ടേ ഇല്ല. Right, right, right. ഉറപ്പായിട്ടും നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്. എവിടെയെങ്കിലുമൊക്കെ അവരുമായിട്ടൊക്കെ കൂടണമെന്നുണ്ട്. പക്ഷേ പാട്ട് എന്താ പറയുക, പാട്ട് ചോദിക്കണം, ആവശ്യമുണ്ട്. Correct, correct. അതാണ് എൻ്റെ ഡ്രീം കൊളാബറേഷൻ Right, right. എന്ന് എൻ്റെ കാഴ്ചപ്പാട്. അല്ല അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത് തന്നെയായിരുന്നു. അതാണ്. അതേപോലെ ഏതെങ്കിലും ഒരു നമുക്കൊരു പർട്ടിക്കുലർ പ്ലാറ്റ്ഫോം ഇവിടെ എനിക്ക് പെർഫോം ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഏതെങ്കിലും ഒരു ഇതുണ്ടോ? അയ്യോ, അങ്ങനെ ഞാൻ കാണാറുമില്ല. കിട്ടുന്ന ഓരോ വേദിയും അങ്ങനെയാണ്. എല്ലാ വേദിയും അങ്ങേയറ്റം ടെൻഷനോടുകൂടിയും പ്രിപ്പറേഷനോടുകൂടിയും മാത്രമേ ഞാൻ അപ്രോച്ച് ചെയ്യാറുള്ളൂ. അത് ഈവൻ നമ്മൾ ചിലർ പറയും ഇപ്പോൾ മാരേജസിനൊക്കെ പാടാൻ വിളിക്കുമല്ലോ ഇങ്ങനെ പെർഫോം ചെയ്യാനൊക്കെ. അപ്പോൾ പെർഫോം ചെയ്യാൻ ചെല്ലുമ്പോൾ പലരും നമ്മളെ ശ്രദ്ധിക്കുകയൊന്നുമില്ല. അവർ ഭക്ഷണം കഴിക്കുകയായിരിക്കും. ചിലർ വളരെ വിഷമമാണ്. ഒരു കലാകാരന് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു എന്താ പറയുക, ഒരു സ്റ്റേജാണത്. പക്ഷെ നമ്മുടെ പാർട്ട് ഓഫ് പ്രൊഫഷൻ നമ്മൾ ചെല്ലുകയാണ്. പക്ഷെ ചിലതൊരു വളരെ തിരിഞ്ഞുള്ള അനുഭവങ്ങളും ഉണ്ട് കേട്ടോ. എല്ലാവരും വന്നിരിക്കുകയും അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ വേദിയും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയുള്ള കോൺസേർട്ട്സും ഞാൻ എൻ്റെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാനേ നോക്കാറുള്ളൂ. കാരണം വെച്ചാൽ കേൾക്കുന്ന 5 പേരാണെങ്കിൽ ആ 5 പേരോട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ബാക്കി എല്ലാവരും പക്ഷേ നമ്മൾ പല അത്ഭുതങ്ങളും സംഭവിച്ചിട്ടുണ്ട്. പലരും കേൾക്കുന്നില്ല എന്ന് നമ്മൾ വിചാരിച്ചാലും അവരെല്ലാവരും കേൾക്കുന്നുണ്ട്. അപ്പം പ്രേക്ഷകൻ അവരുടെ മനസ്സിലേക്ക് നമ്മൾ എത്തുന്ന ഒരു ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പം നമ്മൾ മാക്സിമം കൊടുക്കുക. ഓരോ വേദിയും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് അത്രയും പ്രിപ്പറേഷനോട് കൂടിയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഒരല്പം കുറഞ്ഞു പോയാൽ എനിക്ക് ഭയങ്കര മാനസികമായിട്ട് ഞാൻ ബുദ്ധിമുട്ടിലാവും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എവറി സ്റ്റേജ് ഇസ് സ്പെഷ്യൽ ഫോർ മീ. ഇത് കുറഞ്ഞു കാണുകയോ ഒന്നും ഞാൻ ചെയ്യാറില്ല. എൻ്റെ ഉത്തരവാദിത്വം നന്നായിട്ട് ചെയ്യാൻ നോക്കാറുണ്ട്. ഉറപ്പായിട്ടും നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം ഞാനത് സ്ട്രെയിറ്റ് ഓൺ ദ ഫേസ് എക്സ്പ്രസ് ചെയ്യാറുമുള്ള ആളാണ്. ഇപ്പോൾ ചില വേദികളിലൊക്കെ നമ്മൾ പെർഫോം ചെയ്യുന്നതിനിടയ്ക്ക് ആൾക്കാർ എഴുന്നേറ്റ് പോവുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം
വളരെ വിഷമം തോന്നും. ഞാൻ പറയുകയും ചെയ്യും. വിഷമം ഞാൻ തോന്നും. പറയാം, അതെ, നിങ്ങൾ definitely. നമ്മുടെ സ്ഥാനത്താണെങ്കിൽ എങ്ങനെ തോന്നും? സത്യം. അറ്റ്ലീസ്റ്റ് ഒരു പാട്ട് തീർന്നിട്ട് പോകാനുള്ള മര്യാദ നിങ്ങൾ കാണിക്കണം. ഭക്ഷണം പറയുമ്പോൾ അപ്പോൾ എഴുന്നേറ്റ് പോവുക. അപ്പോൾ നമ്മളൊരു പാട്ടിന് ഇടയ്ക്കായിരിക്കും നമ്മുടെ മുന്നിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ ഇറങ്ങിപ്പോകും. അതെ, അപ്പോൾ ഇറ്റ് ഫീൽസ് ലൈക്ക് ആൻ ഇൻസൾട്ട് ആക്ച്വലി. അപ്പോൾ ഞാൻ ഭയങ്കര പറയും, നിങ്ങൾ ദയവ് ഇത് ചെയ്യാതിരിക്കുക. നമ്മൾ ഇത്രയും കാലം വന്ന ഒരു ശീലമാണ്, അത് മാറ്റണം. നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇത്രയും സമയം ചിലവഴിച്ച് correct. ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഒരു പാട്ട് കഴിഞ്ഞിട്ട് പോകൂ. അറ്റ്ലീസ്റ്റ് ആ മര്യാദയെങ്കിലും നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് കാണിക്കണം. വളരെ വിഷമമുണ്ടെന്നൊക്കെ ഞാൻ പറയാറുണ്ട്, വളരെ സ്നേഹത്തോടെ. അപ്പോൾ അതൊരു കാലങ്ങളെടുക്കും അത് അങ്ങനത്തെ ഒരു മാറ്റം വരാൻ. പക്ഷെ ഇപ്പോൾ ഒത്തിരി മാറ്റം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉണ്ട്. അത് എന്നെപ്പോലെ തന്നെ പല കലാകാരന്മാരും ഇതുപോലെ എക്സ്പ്രസ് ചെയ്ത് തുടങ്ങി. അത് എക്സ്പ്രസ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. Correct. അതാ ഒരു വാല്യൂ. ടൈമിൻ്റെ എല്ലാവരുടെയും സമയം വിലപ്പെട്ടതാണെന്നും. പിന്നെ അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു പ്രോഗ്രാം തമാശയായിട്ട് പറയാം. അപ്പോൾ ഞാനിത് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ അത് ജോബേ ഭക്ഷണത്തിൻ്റെ മെസ്സേജ് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കും വിശക്കുന്നുണ്ട് ചേട്ടാ, എന്തൊക്കെ വേറെ നമുക്കും വിശക്കുന്നുണ്ട്. പക്ഷെ ആ വിശപ്പ് അടക്കി പിടിച്ചാണ് നമ്മളിപ്പോൾ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് കഴിച്ചാൽ പോരെ എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ പറയേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാനതിനെ ഒരു പോസിറ്റീവായിട്ട് കാണുന്നത്. നമ്മളത് പറയുമ്പോഴാണല്ലോ അവർക്കത് മനസ്സിലാകുന്നത്. അതിൽ എന്താ പറയുക, റിപ്പൻറ്റ് ചെയ്യുന്ന ഒരാൾ നല്ല വ്യക്തിത്വമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അവർക്ക് അറിയില്ലായിരിക്കും. അവർ അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, സോറി, ഇനി ഒരിക്കലും ഞങ്ങളിങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പോൾ അത് ചോക്കെ. ചിലവർ പറയും, നീ പോടാന്ന് പറയുന്നവരോട് പിന്നെ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് എവറി സ്റ്റേജ് ഈസ് സ്പെഷ്യൽ ആൻഡ് എവറി കോൺസേർട്ട് നമുക്ക് എന്താ കിട്ടുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ടും വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് ആസ് എ പെർഫോമർ. ഒരു ഡിഫറെൻ്റ് ആയിട്ട് നറേറ്റ് ചെയ്യുന്നതും ഡിഫറെൻ്റ് ആയിട്ടൊരു പേഴ്സ്പെക്റ്റീവിൽ ലൈൻസ് എഴുതുന്നതും കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, മ്യൂസിക് എങ്ങനെ പറയാൻ പറ്റും? മ്യൂസിക് എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഇന്ന ഫീലിങ്സിനെ എക്സ്പ്രസ് ചെയ്യാനുള്ള മീഡിയമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇറ്റ്സ് എ മീഡിയം ടു എക്സ്പ്രസ് മൈ ഇമോഷൻസ്. അതാണ് എന്നെ സംബന്ധിച്ചോളം എൻ്റെ അത് ആർട്ടാണ്. അത് എൻ്റെ ഡൊമൈൻ. എനിക്ക് കിട്ടിയ ബ്ലെസ്സിങ് മ്യൂസിക്കാണ്. അപ്പോൾ പെയിൻറ്റർ അങ്ങനെയായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്, സിനിമ അങ്ങനെയാണ്. ഞാൻ മ്യൂസിക്കിനെ കാണുന്നത് ഇറ്റ്സ് മൈ വേ ഓഫ് എക്സ്പ്രഷൻ എന്നുള്ളതാണ് കാണുന്നത്. നൈസ്. ഒറ്റ വാക്കിൽ ജോബ് കുര്യനെ പറയാൻ പറ്റൂ? അത് കൂടെ ജീവിക്കുന്നവരോട് ചോദിക്കേണ്ടി വരും എന്നൊക്കെ പറയാം. ഒറ്റ വാക്കിൽ എനിക്ക് എന്നെ തന്നെ അങ്ങനെ ഞാൻ വിശേഷിപ്പിക്കാൻ ഞാൻ ആളല്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാലും പറയാം, മോസ്റ്റ്ലി ജെനുവിൻ മോസ്റ്റ് ഓഫ് ദ ടൈംസ്. മേ ബി മനുഷ്യനാണ്, അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്, കള്ളങ്ങൾ പറഞ്ഞു കാണാം, ചിലപ്പോൾ പൊയ് മുഖം കാണിക്കേണ്ടി വന്നേക്കാം. പക്ഷെ എന്നാലും ശ്രമം എപ്പോഴും ഒരു മനസ്സിലുള്ളത് പറയാനുള്ളൊരു ശ്രമമുണ്ട്. അതൊരു എഫേർട്ടുണ്ട്, കോൺഷ്യസ് എഫേർട്ട് തന്നെ ഉണ്ട് ടു ബി ജെനുവിൻ. അപ്പോൾ ആ ഒരു എഫേർട്ട് ഉണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെയാണെന്ന് ഞാൻ അവകാശപ്പെടില്ല. That effort is constant. That's always sincere there. Sincere to my approaches, sincere to people, genuine ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. എന്താ പറയുക, എനിക്ക് തോന്നുന്നതേ ഞാൻ പറയാൻ ശ്രമിക്കാറുള്ളൂ. പറ്റാത്ത കാര്യങ്ങൾ പറയാൻ നോക്കാറുമില്ല, ചെയ്യാൻ നോക്കാറുമില്ല. പക്ഷെ അത് ഞാൻ പറഞ്ഞ ഇല്ലെന്നല്ല, പറ്റിയിട്ടില്ലെന്നല്ല, ഫേക്ക് ഫേസ് കാണിച്ചിട്ടില്ലെന്നല്ല, അതിൻ്റെ ശതമാനം കുറയ്ക്കാനുള്ളൊരു ശ്രമമുണ്ട്. ജീവിതത്തിൽ പല മുഖങ്ങൾ നമ്മൾ ഇടേണ്ടി വരും. എന്നാലും അളവ് കുറയ്ക്കുക, മാക്സിമം എന്താ പറയുക, പ്യുവറായിട്ട് അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കാമല്ലോ. ബാക്കിയുള്ളിടത്തൊന്നും ചിലപ്പോൾ സ്കൂട്ടായെന്നിരിക്കാം. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒറ്റ വാക്കിൽ പറയാൻ പാടാണ്. ഒറ്റ വാക്കിൽ പറയാൻ പാടാണ്. ഒറ്റ വാക്കിൽ എനിക്ക് തോന്നുന്നു ആർക്കും ആരെയും പറയാൻ പറ്റില്ല. ഒരു കാര്യം പറയാമല്ലോ, ജെനുവിൻ ആണെന്ന് പറയാമല്ലോ. ഇല്ല എന്നും ഞാൻ പറയില്ല, അതാ പറഞ്ഞത്. ജെനുവിൻ ആകാനുള്ള ശ്രമം ഉണ്ടെന്നേ പറയുള്ളൂ. സിൻസിയർ എഫേർട്ട് ഉണ്ടല്ലോ, ഉറപ്പാണ്. അതിനുള്ള സിൻസിയർ എഫേർട്ട് ഉണ്ട്. അത് ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു വേർച്യു ആയിട്ട് ഞാൻ കാണുന്നത് അതാണ്. ഒരു മനുഷ്യന് വേർച്യു എന്ന് പറയുന്നത് നല്ലൊരു, അത് ബീങ് ജെനുവിൻ എന്ന് പറയുന്നത് ഒരു വലിയ കടമയാണ്. നല്ല പാടാണ്, ഭയങ്കര പാടാണ്. പക്ഷേ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് നമ്മൾ കോൺഷ്യസ് ആയിട്ട് എഫേർട്ട് ഇട്ടാൽ
യു വിൽ ബി ദെയർ, നമ്മളറിയില്ല. മേ ബി സം ഡേ. വിൽ ബി ദെയർ ഫോർ ഷുവർ. അപ്പോൾ ഈ ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ലെങ്കിലും ഒരു കാര്യം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാം. എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് യു കമ്പോസിങ് എ മ്യൂസിക്, എനിക്ക് തോന്നിയിരിക്കുന്നത് യു ട്രൈ ടു കമ്പോസ് ദി ഇമോഷൻസ്. അതെ. അപ്പോൾ അതാണ് എനിക്ക് ജോബ് കുര്യൻ ഒറ്റ വാക്കിൽ എനിക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യമുള്ളത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കാലങ്ങളായിട്ട്. അല്ല, യു ആർ ദെയർ. താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് ദിസ് മച്ച് ഓഫ് ടൈം. പിന്നെ ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്ത് ഇവിടെ വന്നതും എൻ്റെ ബുദ്ധിപരമായ ചോദ്യങ്ങളും ഞാൻ വിചാരിച്ച അവസാനം ഇവനെയാണല്ലോ ഞാൻ സമയം കൊടുത്താലാവുമോ എന്ന് വിചാരിച്ചു. അല്ല, എനിക്ക് എൻ്റെ ഡൗട്ട്സ് ആണ്. ഞാനൊരു മ്യൂസിക് കേൾക്കുമ്പോൾ അങ്ങനെയാണ് താങ്കളൊരു മ്യൂസിക് കോർ ആയിട്ട് കേൾക്കുന്നത് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരാളല്ലേ, ആർട്ടുള്ള ആളാണ്. അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്, ഞാൻ നല്ലൊരു കലാകാരൻ എന്നുള്ളതിലുപരി ആസ്വാദകനാകുക എന്ന് പറയുന്നത് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള, നല്ല ആർട്ട് ആസ്വദിക്കാൻ പറ്റുന്നതിന് വലിയൊരു കഴിവായിട്ടാണ് ഞാൻ. അത് രസികന്മാരായി ജീവിതം അവസാനിപ്പിക്കാതെ അല്ലേ, എന്നുവെച്ചാൽ ആർട്ടിനെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെ വലിയൊരു ടാലൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അത് താങ്കളുണ്ടെങ്കിൽ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.